രണ്ട് നാല് ആറ് എൻ്റെ പൊന്നു ഒറ്റ നമ്പറിനാണ് 5000 പോയത്. എൻ്റെ പൊന്നെ എൻ്റെ ആന്റണി ചേട്ടാ, ഒറ്റ നമ്പറിനാണ് 5000 പോയത്. എൻ്റെ പൊന്നെ, അതിന് ഞാനെന്ത് വേണം? അല്ല ചേട്ടാ, നമ്പർ എടോ, നമ്പർ മാറിയെങ്കിൽ കടക്കാരോട് ചെന്ന് വിടോ, എന്നോടാണ് ചോദിക്കണം. എന്ത് പണ്ടാറോണത്? നമ്പർ മാറി കോപ്പും എന്തും മണ്ണാ കിട്ടണത്. രമേശ, കല്യാണത്തിനാണല്ലേ? അതെ, ഞാനും ഉണ്ട്. എടാ, ഈ ദുഃഖ വെള്ളിയാഴ്ച അടുത്ത ശനിയാഴ്ച അല്ലേ? ദുഃഖ വെള്ളിയാഴ്ച അടുത്ത ശനിയാഴ്ച. തമിഴ ഗുളിയ മാറി കഴിച്ച. ഓ, ദുഃഖ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണല്ലേ? അപ്പൊ ശരി. ആന്റണി ചേട്ടാ, ആന്റണി ചേട്ടൻ്റെ മോളുടെ കല്യാണമാണ്. എന്റെ ഈ പോലെ എനിക്കറിയാലോ. അപ്പൊ ചേട്ടന് കല്യാണമൊന്നുമില്ലേ? അത് നിങ്ങൾ അന്വേഷിക്കണെന്തിനാണ്? അല്ല, ഇനി ചേട്ടൻ എന്തിനാണ് ചൂടാവണത്? കല്യാണമല്ലേ കല്യാണമല്ലേ, ഇയാളെന്താ ഇങ്ങനെ? കല്യാണത്തിനോടായിരിക്കും അല്ലേ? ആ അതെ. എടാ, നമ്മുടെ ആന്റണി ചേട്ടൻ വെറുതെ കിടന്ന് ചൂടാവാണ്. അയാൾക്ക് എന്താണ് കുഴപ്പമുണ്ട്? ഒരു ദിവസം എന്നോട് ചൂടായിരുന്നു. ഒന്ന് കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. ഒന്ന് കൊടുക്കായിരുന്നില്ലേ? അപ്പൊ പിന്നെ ഞാൻ കല്യാണത്തിനെ ഓടിക്കൊടുത്തിട്ടുണ്ടാവും. ഞങ്ങളുടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഓ, ഒന്ന് വേഗം പറ. അതെ, നമ്മുടെ ഹസീഖാന്റെ കടയിൽ നാടൻ അച്ചിങ്ങ വന്നിട്ടുണ്ട്. 1 കിലോ വാങ്ങിച്ചു. ഇന്നെന്താണ് ഈ അച്ചിങ്ങ വേണോന്ന്? അതെ, നാടൻ അച്ചിങ്ങ വലത്തി വെച്ചാലുണ്ടല്ലോ, ആട്ടിൻകരള് വരട്ടി വെച്ചതുപോലെ ഇരിക്കും. എന്നാ നമുക്ക് വേണ്ട. അതെന്താണ്? അടിങ്ങ നമുക്ക് ഇഷ്ടമല്ല. ഓ, ഇത് അച്ചിങ്ങയല്ലേ മനുഷ്യ. അതെ, ഒരു പാക്കറ്റ് പുട്ടുപൊടി കൂടി മേടിച്ചു. അവിടെ പുട്ടുപൊടി ഇല്ലടി. പത്തിരിപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കാൻ പറ്റൂലേ? ഇല്ല. അതെന്താണ്? പുട്ടുണ്ടാക്കിയാ പത്തിരിയായി പോവും. ഇനി അവിടെ നിന്നാ ശരിയാവൂല, ഞാൻ പോണം. പറഞ്ഞാ മറക്കണ്ടട്ടാ. ശരി 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 ശരി. എന്താണ് ചേട്ടാ ഇങ്ങനെ ഇരുന്ന് കളഞ്ഞത്? പിന്നെ ഞാൻ തലയിൽ കുത്തിക്കണോ? എല്ലാം ചേട്ടാ, അഞ്ചതും ഇപ്പൊ എല്ലാവരുമായിട്ട് ചൂടാണെന്നുള്ള പറഞ്ഞേക്കണത്. മുഹമ്മദേ, നിന്നോട് എനിക്കൊരു ബഹുമാനമുണ്ട്, അതില്ലാതാക്കരുത്. ആന്റണി ചേട്ടൻ ചൂടാറുണ്ടാവല്ലേ? മുഹമ്മദ് വേറെ പണി ചെയ്യുന്നില്ല, അയാൾക്ക് പ്രാന്താണ്. അതല്ല ബാബു, അയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, അതായിരിക്കും അയാൾ അങ്ങനെ പെരുമാറുന്നത്. കാരണം കുറ്റിക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാം ശരിയാവും. അതൊന്നും വേണ്ട ബാബു. എന്നാ പ്രകാശേട്ടാ, വീടുപണിയൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരു നന്ദി പറയാനാണ് ഞാൻ വന്നത്. അതിന്റെ ആവശ്യമില്ല പ്രകാശേട്ടാ. സ്വന്തമായിട്ടൊരു വീട് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. മുഹമ്മദാണ് എനിക്കത് സാധിച്ചു തന്നത്. ഗൾഫിലുള്ള എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ് കുറച്ച് പണം ഞാൻ സംഘടിപ്പിച്ചു, കുറച്ച് ഞാനും. ഏതായാലും നിങ്ങൾക്കൊരു വീടായാലോ, അത് തന്നെ വളരെ സന്തോഷം. എന്തായാലും പാർക്കിൽ തന്നെ വിളിക്കാൻ മറക്കരുത്. എൻ്റെ ആദ്യത്തെ വിളി മുഹമ്മദിനായി. എന്ന് ശരി മുഹമ്മദ്. ആന്റി ചേട്ടൻ്റെ പ്രശ്നം ഞാൻ അന്വേഷിച്ചു. അയാൾക്ക് ഇപ്പം പണിയൊന്നുമില്ല, സാമ്പത്തികം അതിൻ്റെ പ്രശ്നം. അയാള് വാടക വീട്ടിലാണല്ലേ? അതെ, ഇപ്പം അയാളെ പല ആവശ്യങ്ങളായിട്ടേ നല്ല ടൈറ്റിലാണ്. ഞാൻ നോക്കട്ടെ.
തോന്നില്ലല്ലേ? മുഹമ്മദ്, നിങ്ങളുടെ പ്രശ്നം ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. ഇതുകൊണ്ട് കുറച്ച് ആവശ്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം. പിന്നെ നിങ്ങൾക്കുള്ള പണിയല്ലേ, അത് നമുക്ക് നോക്കാന്നേ. മുഹമ്മദ്, എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങളെങ്ങനെ എന്നെ മനസ്സിലാക്കിയെന്നുള്ളത്. മനുഷ്യത്വം അതുണ്ടായാൽ മാത്രം മതി. പിന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പേരിൽ നിങ്ങൾ മറ്റുള്ള ആൾക്കാരോട് ദേഷ്യം കാണിക്കരുത്. കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരവരല്ലല്ലോ. ശരിയാണ് ചേട്ടാ, ഞങ്ങൾ പോയിക്കോട്ടെ. ബാബു, രമേശ, സുഖം തന്നെ അല്ലേ? അതെ, കല്യാണം വല്ല ഉണ്ടെങ്കിൽ അറിയിക്കണം, നമുക്ക് ഒന്നിച്ചു പോകാം. ഇയാൾക്കെന്താ പിന്നെയും പട്ടായ? ഏത് മനുഷ്യന്റെ പെരുമാറ്റത്തിന് പിന്നിൽ ഒരു കാരണം കാണും. അത് കുറച്ചെങ്കിലും കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. പറ്റുമെങ്കിൽ നമ്മൊന്ന് സഹായിക്കണം.